ഇയാൾ തറയിൽ നിൽക്കുന്നത്. എന്നെ തമ്പുരാൻ്റെ കൃപയാലാണ് ഞാൻ ഇയാൾ തറയിൽ നിൽക്കുന്നത്. ഞാൻ 2001 ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കുന്നത്. 2021 ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടിയിൽ അല്ലാത്ത ആദ്യമായിട്ട് എനിക്ക് സന്തോഷവും ഉള്ള ഒരു കാര്യമാണ് ഞാനിവിടെ എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് 2004 ഫെബ്രുവരി 2 വെളുപ്പിന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിൽ പോയപ്പോൾ ബ്ലഡാണ് യൂറിന് പകരം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടെ സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിക്ക് ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു. അവിടെ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. എൻ്റെ മകന് ESI ഉണ്ട്. ESI ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ അവർ ലൂർദ് ഹോസ്പിറ്റലിലേക്ക് നമ്മളെ വിട്ടു. അവിടെ സ്കാനിങ്ങും CT സ്കാനും എല്ലാം ചെയ്ത് ഈ മുഴ റിസൾട്ടിന് വിട്ടു. റിസൾട്ട് വന്നപ്പോൾ കിഡ്നിയിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഒന്നും തന്നെ ചെയ്യാൻ പറ്റുകയില്ല. സ്റ്റേജ് 4 കഴിഞ്ഞു. കൂടിയാൽ 7 മാസം ആളുണ്ടാവുകയുള്ളെന്ന് പറഞ്ഞു. ഡോക്ടർമാരെല്ലാവരും കൈവിട്ടു. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ലൂർദിൽ നിന്ന് ഞങ്ങളെ തിരുവനന്തപുരം RCCയിലേക്ക് വിടാനായുള്ള ലെറ്റർ തന്നു. ഞങ്ങൾ RCCയിൽ പോകുന്നതിന് മുൻപ് ഞാൻ കൃപാസനത്തിൽ വന്ന് എൻ്റെ അമ്മയെയും ഈശോയെയും ഏൽപ്പിച്ചു. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. തിരുവനന്തപുരം RCCയിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ കയ്യിൽ 5 പൈസയില്ല. എൻ്റെ കയ്യിൽ 100 രൂപ മാത്രം. ബ്ലഡാണെങ്കിൽ നിൽക്കുന്നില്ല. ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു. ആളുടെ നില വഷളായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, അമ്മേ, എൻ്റെ കയ്യിൽ 100 രൂപയുള്ളൂ. ഞാൻ എങ്ങനെ പോകും? ഈ മനുഷ്യനെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ആ കുളിമുറിയിൽ നിന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി കാശ് രൂപം കയ്യിൽ പിടിച്ചു പ്രാർത്ഥിച്ചു. 2:30 മണിക്കാണ് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഓരോരുത്തരായി ഞങ്ങളെ സഹായിക്കാൻ 5000, 10000. ഞങ്ങൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ 35,000 രൂപ. നമ്മുടെ സമയത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് ആ പണം ക്രമീകരിച്ച് തന്നു. ഞങ്ങൾ തിരുവനന്തപുരം RCCയിൽ ട്രെയിനിലൊക്കെ ഇരുന്നിട്ട് ഈ മനുഷ്യൻ നിന്ന് വിഷമിക്കുകയാണ്. 25 ദിവസമായി ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു. നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മേ, ഒരാപത്തും വരുത്തരുത്. മൂക്ക് പോലും വയർക്കാൻ ഇട വരുത്തരുത്. ഞങ്ങൾ RCCയിൽ ചെന്നു. റിസൾട്ട് എല്ലാം കാണിച്ചു. ഡോക്ടർ നോക്കുന്നില്ല. ഞങ്ങളെ അവിടെ വൈകുന്നേരം വരെ ഇരുത്തും, തിരിച്ചു വിടും. കാരണം ഒന്നും ചെയ്യാൻ പറ്റൂല. ഡോക്ടർമാരെല്ലാവരും കൈയൊഴിഞ്ഞ്, RCC ഞങ്ങളെ കൈയൊഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പോയില്ല. ഞാൻ എല്ലാ ദിവസവും നേർച്ച വസ്തുക്കൾ കൊടുത്ത് പ്രാർത്ഥിച്ചു, അമ്മേ, ഞങ്ങളെ കൈവിടരുത്, മൂക്ക് പോലും വയർക്കാൻ ഇടവരുത്തരുത്. അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കരഞ്ഞു. ഞാൻ അങ്ങനെ എൻ്റെ മോനെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒന്നും അച്ഛന് ചെയ്യാൻ പറ്റുകയില്ല. നീ ഒരു CT സ്കാൻ എടുക്ക്, എന്തെങ്കിലും ദൈവത്തിൻ്റെ സാധ്യത കാണുമെന്ന് പറഞ്ഞു. മകൻ ഡോക്ടറിൻ്റെ കാലിൽ വീണ് കരച്ചു, എൻ്റെ അച്ഛനെ രക്ഷിക്കണം, ഞങ്ങൾക്ക് മറ്റാരുമില്ല. CT എടുത്തു. ഡോക്ടർ പറഞ്ഞു, പ്രതീക്ഷ വെക്കണ്ട. എല്ലാവരും കൈവിട്ട്. ആളെ കിട്ടില്ല. ഓപ്പറേഷൻ ചെയ്താൽ വെന്റിലേറ്ററിലായിരിക്കും. അതെത്ര നാളെന്നറിയില്ല. ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു, ഒന്നും പ്രതീക്ഷിക്കണ്ട, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുക. ഫണ്ട് 1.5 ലക്ഷം രൂപ വേണം. 28-ാം തീയതി 29-ാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് 28-ാം തീയതി ഫണ്ട് കയറിയിട്ടില്ല. ESD ആളെ ഈ ഷേവ് വരെയും ചെയ്ത് നിർത്തിയൊക്കെയാണ്. രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല, രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. 11:30 ഞങ്ങളുടെ ഫണ്ട് കയറിയിട്ടില്ല ESAയിൽ. ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു, അമ്മേ, എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചേക്കുന്നത്. 11:30 ഡോക്ടർ സിസ്റ്റർ വന്ന് പറഞ്ഞു, ഓപ്പറേഷൻ ഇന്ന് നടക്കൂല. ഞാൻ അമ്മേ, എന്താ ഞങ്ങളിങ്ങനെ വേദനിപ്പിക്കുന്നത്?
കറക്റ്റ് 12:30 നമ്മുടെ സമയത്തിൻ്റെ അമ്മ അവരുടെ സിസ്റ്റത്തിൽ 1.5 ലക്ഷം രൂപ ES കയറി. 12:30 ഈ മനുഷ്യന് ഓപ്പറേഷത്തിന് കയറ്റി. 15 ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്ത റിസൾട്ടാണ് ഈ RCCയിൽ. ഇയാൾ ഓപ്പറേഷത്തിന് കയറിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, കിട്ടില്ല, പ്രതീക്ഷിക്കണ്ട. ഞാൻ പറഞ്ഞു, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഓപ്പറേഷത്തിന് കയറിയപ്പോൾ, അമ്മേ നീയും ഈശോയും ആയിരിക്കണം സർജറി നടത്താൻ. എൻ്റെ ഭർത്താവിന് ഒരു മൂക്ക് പോലും വേർക്കാൻ നീ ഇടവരുത്തരുത്. അമ്മ മാതാവ് അതെല്ലാം കേട്ടു. 5:30 മണി കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞു. എന്നെ വിളിച്ചു, എൻ്റെ മകനെയും വിളിച്ചു പറഞ്ഞു, സർജറി കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. മകൻ പറഞ്ഞു, അമ്മേ ഡോക്ടർ അങ്ങനെയല്ലേ പറയുള്ളൂ. ഇല്ല മോനെ, മാതാവുണ്ട് നമ്മുടെ കൂടെ, നീ ധൈര്യമായിട്ടിരിക്കി എന്ന് പറഞ്ഞു. 6 മണിയായപ്പോൾ ഞങ്ങളെ സിസ്റ്റർമാർ വിളിച്ചു, വിനോദിനെ കാണാം. ഇത്രയും സ്റ്റേജിലുള്ള ഒരു മനുഷ്യൻ കോമാവസ്ഥയിൽ, കിഡ്നി എടുത്തു മാറ്റി, രക്തക്കുഴലുകൾ എടുത്തു മാറ്റി, വയറിലുള്ള ക്യാൻസറുകൾ മൊത്തം ചിരണ്ടി മാറ്റി, ലെൻസിലേക്കുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം, അവർക്കും പ്രതീക്ഷയില്ലല്ലോ. അങ്ങനെ ഞങ്ങളെ കാണിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഭർത്താവ് ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറന്ന് കിടക്കുന്നത് പോലെ കട്ടിലിൽ കിടന്നു എന്നോട് പറയുകയാണ്, എടോ എനിക്ക് നല്ല വേദനയുണ്ട് എന്ന്. ഒരിക്കലും എൻ്റെ മക്കളാരും, എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കൂടെയുള്ളവർക്ക് ആർക്കും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ ആ മനുഷ്യൻ എന്നോട് പറയുകയാണ്, എങ്ങനെയായാലും ഒരു കോമാവസ്ഥയിലായിരിക്കും ഇത്രയും വലിയ സർജറി കഴിഞ്ഞ ഒരു മനുഷ്യൻ. പക്ഷേ വെന്റിലേറ്ററിൽ കിടത്തുമെന്ന് പറഞ്ഞ മനുഷ്യനെ ICUവിലാണ് കിടത്തിയത്. 2 ദിവസം ICUവിൽ കിടത്തി, 3-ാം ദിവസം വാർഡിലേക്ക് മാറ്റി, 5-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു. ആ മനുഷ്യൻ, ഈ നിൽക്കുന്ന മനുഷ്യന് കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മേ ഞാൻ നടന്ന് കയറ്റി ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുമെന്ന്. 8 മാസം വരെയും എൻ്റെ ഹസ്ബൻഡിനെ ക്യാൻസറിൻ്റെ മരുന്ന് കഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അടുത്ത് ഒരു റൂം എടുത്ത് നിൽക്കണം, നാട്ടിലേക്ക് ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 7-ാം ദിവസം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. അവിടെ നിന്ന് ഡോക്ടർ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു, വീട്ടിലേക്ക് വിട്ടു. അതും ഞങ്ങൾ 5.5 മണിക്കൂറാണ് ട്രെയിനിലിരുന്ന് ഞങ്ങളുടെ നാട്ടിലെത്തിയത്. കിട്ടില്ലെന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവിനെയും കൊണ്ടാണ് ഞാൻ 5.5 മണിക്കൂർ ട്രെയിനിലിരുന്ന് ഞാൻ നാട്ടിലെത്തിയത്. ഇപ്പോൾ 8 മാസം വരെയും ക്യാൻസറിൻ്റെ മരുന്ന് കഴിച്ചിരുന്നു. ഇപ്പോൾ ഡോക്ടർമാർ തന്നെ പറഞ്ഞു, ഇനി ക്യാൻസറിൻ്റെ മരുന്ന് കഴിക്കണ്ടെന്ന്. ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ, ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ദിവസമാണ്, ഞാൻ ഈ അൾത്താരയിൽ നിർത്തി, ഞാൻ എൻ്റെ ഭർത്താവിനെ നിർത്തി സാക്ഷ്യം പറയുകയാണ്. എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഇതിലും വലിയ അനുഗ്രഹങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ സാക്ഷ്യത്തിൽ ആദ്യം സാക്ഷ്യമെടുത്തപ്പോൾ ഞാൻ നിയോഗം വെച്ചിരുന്നത് ഇതാണ്, എനിക്ക് ഡിസ്ക് സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്നു. ആ ഉടമ്പടിയിലൂടെ ഞാൻ 1 വർഷം വരെ ഞാൻ അതിന് മരുന്ന് കഴിച്ചിരുന്നു. ഞാൻ ഇന്ന് ഈ നിമിഷം വരെ, ഈ അൾത്താരയിൽ നിൽക്കുന്ന നിമിഷം വരെ ഞാൻ ഡിസ്കിന് സംബന്ധമായ ഒരു വേദനകളോ മരുന്നുകളോ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഷുഗറും പ്രഷറും ഞാൻ മരുന്നുകൾ കഴിച്ചിരുന്നു. ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ ഞാൻ ഒരു ഷുഗർ ചെക്ക് ചെയ്താലും പ്രഷർ ചെക്ക് ചെയ്താലും എല്ലാം നോർമലാണ്. ഇന്ന് വരെ ഇതിന് രണ്ടിനും ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. 10 വർഷമായിട്ട് എനിക്കൊരു വീടില്ലായിരുന്നു, ഒരു ഷെഡ് വീടായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. എനിക്ക് അതിമനോഹരമായ ഒരു ഭവനം അമ്മ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ പറയാനും ഒരുപാട് അനുഗ്രഹങ്ങൾ. ഞങ്ങൾക്ക് കടബാധ്യത ഒരുപാട്, രോഗം ഒരു വശത്ത്, ഞങ്ങൾ ഇരുട്ടത്തിരിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെയും വിഷമിച്ചിരുന്ന ഒരു സമയം. ഞങ്ങൾക്ക് നമ്മുടെ അമ്മ മാതാവിൻ്റെ തിരുമുമ്പിൽ നിന്ന് കണ്ടുമുട്ടിയ ഒരുപാട് സഹോദരിമാർ എന്നെ അകമഴിഞ്ഞ് സഹായിച്ചു. 2:30 മണി രാത്രി വരെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരോടും ആ ചേച്ചി ഷെയർ ചെയ്തു. 100 രൂപ 50 രൂപ വെച്ച് ഞങ്ങൾക്ക് തരും. ഞങ്ങളുടെ രോഗത്തിൽ നിന്ന് കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് കടബാധ്യതകൾ ഒരുപാടായി. വീട് പണി ഒരു വശത്ത്,
പലിശക്കാർ ഒരു വശത്ത്, ലോൺ ഒരു വശത്ത്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേശ്ശെയായിട്ട് കൊടുത്തു തീർക്കാൻ ഞങ്ങൾക്ക് സാധ്യമാക്കിയ അമ്മ മാതാവ് തന്നു. ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ആ ചേച്ചി എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചു, എന്താ നിൻ്റെ വിശേഷമൊന്നും അറിയുന്നില്ലല്ലോ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊരു 10,000 രൂപ ആ ചേച്ചി എനിക്ക് സഹായിച്ചു. അങ്ങനെ എന്നെ അറിയാവുന്ന ഒരുപാട് പേര് എന്നെ സഹായിച്ചു. ഇന്ന് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ യോഗ്യതയാലല്ല, എൻ്റെ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്താലാണ്. ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറയും, നമ്മൾ വിശ്വാസമല്ല വേണ്ടത്, വിശ്വസ്തതയാണ്. ഞാനിവിടെ ഉടമ്പടി ചെയ്തിട്ട് 5 പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യിപ്പിച്ചു. നേർച്ച വസ്തുക്കളെല്ലാം അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അനാഥാലയങ്ങളിൽ വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. പത്രം മേടിച്ച് ഞാൻ എല്ലാ മാസവും കൊടുക്കും. എൻ്റെ ഹസ്ബൻഡ് RCCയിൽ ഇത്ര അവശതയിൽ കിടന്നപ്പോഴും ജോസഫച്ചൻ്റെ അടുത്ത് ഞാൻ കാണാൻ വന്നപ്പോൾ ഇവിടെ ഞാൻ പത്രം കൊണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും വേദനയിൽ നിന്നിട്ടും ഞാൻ എല്ലാവർക്കും ആ RCCയിൽ നമ്മുടെ പത്രവും നമ്മുടെ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും എല്ലാവരോടും ഞാൻ സംസാരിച്ചു. ഞങ്ങളുടെ അവസ്ഥകളെല്ലാം നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോ മക്കളും വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ അമ്മ മാതാവും ഈശോയും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അവർക്കും ഇത്ര അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവിന് 25 വർഷമായിട്ട് മദ്യപാനമുണ്ടായിരുന്നു. പക്ഷേ ആ മദ്യപാനം എനിക്ക് മാറിക്കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഈ രോഗത്തോടെ എല്ലാ ദുശീല സ്വഭാവങ്ങളും എനിക്ക് അമ്മ മാതാവ് വഴി എനിക്ക് മാറ്റിത്തന്നു. എല്ലാത്തിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.